നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വാട്ടർ ആക്ടിവിറ്റി തന്നെയാണ്. ജെറ്റ് സ്കീ, സ്കൈ ഡൈവിങ്, പാരാഗ്ലൈഡിങ്, അങ്ങനെ കുറച്ച് അണ്ടർ വാട്ടർ സർഫിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും രാവിലെ 6:30 വേക്കപ്പ് കോൾ കിട്ടി, എഴുന്നേറ്റു, റെഡിയായി. ഇന്ന് 2 പെയർ ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗൈഡ്. അതുപോലെ തന്നെ 2 പെയർ ഡ്രസ്സും എടുത്തിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, മറ്റു പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കണം. പെട്ടെന്ന് തന്നെ ലോബിയിലേക്ക് ചെല്ലണം. അപ്പോൾ എന്തായാലും കാഴ്ചകൾ കാണാം. അപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ലോബിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വഴി തെറ്റി. അപ്പോൾ നമ്മൾ കിട്ടാവുന്ന വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കും. ഈ തായ്ലൻഡ് ഹോട്ടലുകളിലൊക്കെ നിൽക്കുന്ന സ്റ്റാഫ് നമ്മളെ കാണുമ്പോൾ അപ്പം കുനിഞ്ഞ് നിൽക്കും. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തത് ചിക്കൻ സ്റ്റിർ ഫ്രൈ, പിന്നെ വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ, അതുപോലെ തന്നെ കുറച്ച് നൂഡിൽസ്, വെജിറ്റബിൾസ്, ഒരു എഗ്ഗ്, പിന്നെ കുറച്ച് കട്ടർ ഫ്രൂട്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് തിരിച്ച് റൂമിൽ വന്ന് ഇനി നമ്മൾ നേരെ ബസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എലിവേറ്ററിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിൽ ആളുകൾ വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ വാട്ടർ റൈഡ്സ്. അപ്പോൾ നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. Follow about the my signal, lot of the group together. We don't remember about your face. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ തൊപ്പി, കച്ചറ സാധനങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മളൊന്നും തന്നെ ഇവിടെ നിന്ന് മേടിക്കുന്നില്ല. താങ്ക് യു. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ചരട് അവർ കിട്ടിയിട്ടുണ്ട്. ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും അതുപോലെ ചരടുകൾ കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഗൈഡ്. ഏരിയ കുറച്ച് റെസ്ട്രിക്ഷനുള്ള ഏരിയയാണ്. കാരണം ഇവിടെ സ്മോക്ക് ചെയ്യാൻ പാടില്ല, വേസ്റ്റ് ലിറ്ററിങ് ഒന്നും അനുവദനീയമല്ല. മഫ്തിയിലടക്കം പോലീസ് എടുക്കുന്നൊരു സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് തുറമുഖം. അവരുടെ നമ്മുടെ മെയിൻ വരുമാന മാർഗം എന്നൊക്കെ പറയുന്നത് ഈ ടൂറിസത്തിലൂടെയാണ്. അതിവിടെയാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ജെസ്കി റൈഡ്, പാരാഗ്ലൈഡിങ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് ചെയ്യുന്നത് അവർ. നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട്. ഈ ബോട്ടിൽ കയറി നമുക്കൊരു 1/2 മണിക്കൂറോളം യാത്രയുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഡെസ്റ്റിനേഷനിൽ എത്തുന്നത്. നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ ബോട്ടിൽ കയറി ഇനിയിപ്പോൾ ഇവിടെ നേരെ ഐലൻഡിലേക്ക് പോവുകയാണ്. ഡിപ്പെൻഡ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി പ്രിക്കോഷനൊക്കെ എടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഫ്രണ്ടിൽ ഇരുത്തില്ല എന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിലാണ് ഇരുന്നിരുന്നത്. പക്ഷേ അവിടെ എന്തോ സേഫ്റ്റി റീസൺ പറഞ്ഞിട്ട് അവർ പിന്നോട്ട് നമ്മളാക്കി. ഇയാളാണ് നമ്മുടെ കപ്പിത്താൻ. നല്ല പൊളിയാട്ടോ പൊളിക്കണത്. സാധനം മറപ്പിക്കുക. മറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു മയിലാട്ടോ. അമ്മാതിരി നീക്കുന്ന പയ്യൻ. നമ്മൾ വെസ്റ്റൊക്കെ ഇട്ട് ഹാർനസ് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പാരാസൈലിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് മൊബൈൽ അലൗഡ് അല്ല. ഞാൻ പറഞ്ഞു പോയതാണ്. ഐഫോൺ 13. അപ്പോൾ ഞാൻ ഹാർനസ് ടൈറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അതുപോലെ തന്നെ പാരച്യൂട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെ, നമ്മളിത് സ്ലൈഡിങ്ങിന് വേണ്ടിയിട്ട്, പാരാഗ്ലൈഡിങ്ങിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ വീഡിയോ പിടിച്ചോണ്ട് ഇറങ്ങിയേക്കണം. പേരലാണ് എന്തായാലും. അവര് നല്ല നീക്കാട്ടോ വണ്ടി വിടുന്നത്. അപ്പൊ നിങ്ങൾ ഒരിക്കലെങ്കിലും ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ഈ പാരാഗ്ലൈഡിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പാരാ
പാരഗ്ലൈഡിംഗ് എന്ന് പറയുന്നത് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ചേംബർ അതാണ്, അവിടെയാണ് നമ്മളെ ലാൻഡിങ് വരുന്നത്. എന്തായാലും എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു എല്ലാവരും ഇത് ചെയ്യാനായിട്ട്. നല്ല വിൻഡാണ്, അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു ഭയമൊക്കെ തോന്നും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ആ അടിപൊളി അടിപൊളി. പിന്നെ ഞാൻ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെയാണ് ലാൻഡിങ് ബോട്ട്. പയ്യന്നെ താഴ്ത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. താങ്ക് യു. അപ്പം എന്തായാലും എൻ്റെ കഴിഞ്ഞ് ഇറങ്ങി ഞാൻ. അപ്പം ഞാൻ ഇതിനു വേണ്ടി കൊടുത്തത് 5300 രൂപയാണ് പാരാസ്ലൈഡിങ്ങിന് വേണ്ടിയിട്ട്, ഇന്ത്യൻ മണി. അപ്പോൾ എനിക്കൊരു 2000 ബാത്ത് ആയി. പക്ഷേ മണി വർത്താണ്. അത് ഞാനൊരു കോംബോ പാക്കാണ് ചെയ്യണത്, ഒരു ഡുവൽ പാക്ക്. അണ്ടർ വാക്കിംഗ്, സീ വാക്കിങ്ങും, പിന്നെ ഈ പറഞ്ഞ പോലെ പാരാസ്ലൈഡിങ്ങും പാരാസെയിലിങ്ങും. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇത് കുറച്ച് റിസ്ക് ഉണ്ട്, കാരണം നമ്മൾ ഈ കാറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും ലാൻഡിങ് ഏരിയയിൽ തന്നെ ലാൻഡ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ വെള്ളത്തിൽ വീഴാം, പക്ഷെ അത് വലിയ റിസ്ക് ഒന്നുമല്ല. അവർ ഫുള്ള് ക്രൂ ഇവിടെ ഉണ്ട്, നമുക്ക് ഫുൾ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ എൻഷുവർ ആണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ സ്റ്റിക്ക് എടുക്കരുത്, ഫോൺ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ ഫോണും സ്റ്റിക്കും കയ്യിൽ വെച്ചു. അവർ പറഞ്ഞു റിസ്ക് ഉണ്ട്. എൻ്റെ വീഡിയോ പിടിച്ചു അതിന് ശേഷം. അവർ പറഞ്ഞു നിങ്ങൾ പറയേ, നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ റിസ്ക്കിലാണ് ഇത് എടുക്കുന്നതെന്നുള്ളത് വേണ്ടിയിട്ട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ അതുപോലെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ അലോ ചെയ്തു. പക്ഷേ ഈ ഗ്രൂപ്പിൽ ഒരാൾ പോലും 70 പേര് 100 പേര് ഏതാണ്ട് ചെയ്യണോടത്ത് ഒരാൾ പോലും ഇതേപോലെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് റിസ്ക് എടുക്കുന്നില്ല. നമ്മുടെ ആളുകൾക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് വന്നിറങ്ങുമ്പോഴത്തേക്കും. അപ്പോൾ ഇനിയുള്ളത് അണ്ടർ വാട്ടർ സീ വോക്കാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് നമ്മുടെ ക്യാമറ എന്തായാലും അതിൽ അലൗഡ് അല്ല. കാരണം ഞാൻ ഗോപ്രോ ഒന്നും എടുത്തിട്ടില്ല അണ്ടർ വാട്ടർ. കാര്യം എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് ഞാൻ ഉണ്ടായിരുന്നു എൻ്റെ ഗോപ്രോ, പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അവർ വീഡിയോയും ഫോട്ടോയും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അണ്ടർ വാട്ടറൊക്കെ ചെയ്യുമ്പോഴത്തേക്കും. നല്ല എക്സ്പേർട്ട് ഡ്രൈവറാണ്, നല്ല പൊളിയും പൊളിക്കും വണ്ടി കയറിയിട്ട്. പിന്നെ നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറോളം ഇവിടെ നിന്ന് ഡ്രൈവ് ഉണ്ട് ഈ പറയുന്ന അണ്ടർ വാട്ടർ സീ സെക്ഷനിലേക്ക് പോകാനായിട്ട്. പിന്നെ ഇവിടെ ഒരു പൊളി പൊളിക്കും കേട്ടോ, അമ്മാതിരി പൊളിയാവും വണ്ടിയിൽ പൊളിക്കണത്. സ്പീഡ് ബോട്ടിൽ അങ്ങ് ദൂരെ കാണുന്ന ദോ ഐലൻഡിലാണ് നമുക്ക് ചെല്ലേണ്ടത്. എന്തായാലും നമുക്കത് ആ കാണുന്ന ഐലൻഡിലാണ് പോകേണ്ടത്. അത് ഇപ്പോൾ ഉള്ള ഐലൻഡുമായിട്ട്, അതായത് നമ്മൾ വന്നത് അവിടെ നിന്നാണ്. അവിടെ നമുക്ക് കാണാൻ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടുന്ന് സെപ്പറേറ്റാണ് ഈ പറയുന്ന സെക്ഷൻ. ഈ ബോട്ടിലേക്കാണ് ഇരിക്കുന്നത്. നമ്മൾ ഇവരടുപ്പിച്ചു തുടങ്ങി ബോട്ട്. ഇവിടെ നിന്നാണ് ഇവർ അണ്ടർ സീ വാക്ക് ചെയ്യുന്നത്. അവിടെ ഓക്സിജൻ സിലിണ്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്യാമറ അലൗഡ് അല്ല, പക്ഷെ എന്നാലും അവർ വീഡിയോ സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയിട്ട് വരാം.
നമ്മളിനിയിപ്പോൾ ഇവിടെ ഇറങ്ങുവാണ്. ഇറങ്ങിയതിന് ശേഷം നടന്ന് ഇനി ബീച്ചിലേക്ക് പിടിക്കണം. നമ്മളെന്തായാലും ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ നടന്ന് ബീച്ചിലേക്ക് പോവുകയാണ്. പക്ഷേ എൻ്റെ സത്യസന്ധമായിട്ടുള്ള അണ്ടർ വാട്ടർ ഡൈവിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുവാണെങ്കിൽ ആദ്യത്തെ ഒരു 3 മിനിറ്റ് എൻ്റെ പൊന്നോ, എൻ്റെ സർവത്തറിലേയും പോയി. അവർ നമ്മൾ അണ്ടർ വാട്ടറിൽ 2 സിമ്പിളാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുകളിലേക്ക് കയറ്റണം. ആദ്യത്തെ ഒരു 3 മിനിറ്റിൽ ഞാനൊരു 5-6 പ്രാവശ്യം ഞാൻ ഇതേപോലെ കാണിച്ചു അവരുടെ അടുത്ത്. കാരണം എനിക്ക് പെട്ടെന്നൊരു നമ്മൾ ഇത്രയും ഡീപ്പിലേക്ക് പോയിട്ടുള്ളൂ. ഏകദേശം ഒരു 10 മീറ്ററോളം താഴ്ചയിലാണ് നമ്മൾ പോണത്. 10 മീറ്ററിൽ കൂടുതൽ താഴ്ചയിലാണ് പോണത്. ഞാൻ അവരോട് കാണിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവർ പറഞ്ഞ്, അവരെൻ്റെ ഹെൽമെറ്റിൽ ഇടിച്ചിട്ട് പറഞ്ഞ് കുഴപ്പമില്ല, കാം ഡൗൺ ആവാൻ പറഞ്ഞ്. എനിക്ക് പ്രഷർ കയറി പെട്ടെന്ന്. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് ബോഡി അതുമായിട്ട് സെറ്റായപ്പോഴത്തേക്കും ഓക്കെ ആയി. അതിനുശേഷം പിന്നെ അതിലെ കൂടി നടന്ന് കോറലും അതുപോലെ തന്നെ ഈ ഫിഷിന് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഫുഡ് തരും. അങ്ങനെ ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ആയി. അപ്പോൾ പിന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന വെച്ചാൽ 2-3 പേരൊക്കെ കയറി പോന്നു. അവർക്ക് പറ്റാണ്ട് ഇറങ്ങിയ വഴി 2 മിനിറ്റിനുള്ളിൽ അവർ കയറി മുകളിലേക്ക് എത്തി. അവർ പെട്ടെന്ന് പാനിക്കായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ എപ്പോഴും പോകുമ്പോഴത്തേക്കും താഴത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും റിലാക്സ് ആയിട്ട് നിൽക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ കയ്യിൽ ബാഡ്ജൊക്കെ ഇട്ട് റിബണൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് വാട്ടർ ജെസ്കിയിൽ കയറ്റാൻ വേണ്ടിയിട്ട്. ഫോൺ അലൗഡ് അല്ല എന്നാണ് എനിക്ക് തോന്നണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പരിപാടി നടക്കില്ല. കണ്ടിട്ട് ആരും ഫോൺ കയറ്റുന്ന ഒരു മട്ട് കാണുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പരിപാടി നടക്കില്ല. അതായത് നമ്മളിന്ന് ജെസ്കിയിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ജെസ്കി പരിപാടി കഴിഞ്ഞ്, പക്ഷേ ക്യാമറ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് വേവ് ഉണ്ട്, കറണ്ട് ഭയങ്കര ഹൈ ആണ്. കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സെറ്റായി. അതായത് നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബോട്ടിലേക്ക് ഒന്ന് കയറുവാണ്. എന്തായാലും നമ്മൾ പോയിക്കൊണ്ടിരുന്ന ബോട്ടിൻ്റെ ചെറിയ മെക്കാനിക്കൽ പ്രശ്നം. അപ്പോൾ നമ്മൾ ഇവിടെ കിടക്കും. അപ്പം നടുക്കടലിൽ പെട്ടു. അപ്പോൾ അവരത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. എന്തായാലും അടുത്ത് വന്ന ബോട്ടുകാർ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും പ്രൊപ്പല്ലറിലേക്ക് ഒരു വലിയ വല ചുറ്റി. അപ്പം അതുകൊണ്ട് പണിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അതിപ്പോൾ എടുത്ത് കളഞ്ഞ് ഓക്കെ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളിവിടെ പെട്ടായിരുന്നു. ഇവിടെയാണ് നമ്മൾ പെട്ട സ്ഥലം. പെട്ടൊന്നുമില്ല, നമ്മളെ ഒരു ഊരിക്കൊണ്ട് പോരും. ചെറിയൊരു ആശയം കേട്ടോ, നമ്മുടെ ഗവൺമെൻറ്റിന് എന്തുകൊണ്ടാണ് ഇതേപോലെ ഈ ജെസ്കി അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ്, ബോട്ട് ഗ്ലൈഡിങ് ഒക്കെ കൊണ്ടുവരാൻ അവിടെ കൊണ്ടുവരുവാണെങ്കിൽ കൊച്ചിയിലോ അല്ലെങ്കിൽ പറയുന്ന നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, ബീച്ചുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഈ ടൂറിസത്തിന് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയൊക്കെ കണ്ടില്ലേ, നമുക്കവിടെ ഉണ്ട് ജൂതത്തെരുവിലൊന്നും, പക്ഷേ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ. ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റും അതല്ലെങ്കിൽ ഈ ടൂറിസം ഡെവലപ്മെൻറ്റും ഒക്കെ ഇതുപോലെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് ഇതുപോലുള്ള നല്ല നല്ല പ്രോഗ്രാംസൊക്കെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല നല്ല ആക്ടിവിറ്റി എൻ്റർടൈൻമെൻറ്റ് ഇതൊക്കെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇതിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതിലൂടെ നമുക്ക് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ ഉച്ചത്തെ ഭക്ഷണം സീ ഫുഡ് മിക്സ്, ഒരു സൂപ്പ് പോലത്തെ ഒരു സംഭവം, പിന്നെ വൈറ്റ് റൈസ്, പിന്നെ ബാക്കി സാധനങ്ങൾ വരുന്നുണ്ട്.
ഇതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, നമ്മൾ റോഡിലേക്ക് ഇറങ്ങി ഒന്ന് ജസ്റ്റ് ഇവിടേക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആ കിടക്കുന്നതാണ് നമ്മുടെ ബസ്. ഇനിയിപ്പോൾ അതിൽ കയറി പോകണം. നമ്മുടെ ഗൈഡ് നമുക്ക് ഡുരിയാനും പിന്നെ മാംഗോയുടെ ഫ്ലഷ് എടുത്തിട്ട് മാംഗോ പൾപ്പ് ആഫ്റ്റർ അപ്പോൾ നമ്മുടെ ഗൈഡ് മേടിച്ചതാണ്. ഇത് ഡുരിയാനാണ്. ഞാൻ ഡുരിയാൻ മിഠായികളൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഡുരിയാൻ ഫ്രഷ്ലി ഇങ്ങനെ കഴിക്കുന്ന ആദ്യമായിട്ടാണ്. നല്ല മധുരം കേട്ടോ. ആൾക്കാർ ഇതിനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പഴമാണ് ഈ ഡുരിയാൻ എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ ഒക്കെ സ്വാദം. പിന്നെ അതുപോലെ തന്നെ ഇതാണെങ്കിൽ മാംഗോ പൾപ്പാക്കിയതിന് ശേഷം ഡ്രയറിലിട്ട് ഉണക്കി തന്നേക്കുന്ന ഒരു പീസാണ് മാംഗോയുടെ. അത് നല്ല ടേസ്റ്റ് കേട്ടോ. ഇവരുടെ മെയിൻ ഡിഷുകളിലൊന്നും. നമ്മളവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് ഇവിടെ ഡയമണ്ട് ഉണ്ടാക്കുന്ന അതുപോലെ കട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ നമ്മളത് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ജമോളജിക്കൽ സെൻറ്ററിൽ നമ്മൾ നടന്ന് കാണുന്ന ഒരു സ്ഥലമല്ല കേട്ടോ. അത് നമ്മളെ അവരവിടെ നിന്ന് ഒരു ചെറിയ വണ്ടിയിൽ കയറ്റി ആ വണ്ടിയിൽ കൊണ്ടുപോയി ചുറ്റിക്കറങ്ങി കാണിച്ച് അങ്ങനെ ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം സെക്യൂരിറ്റി വിഷയം കൊണ്ടായിരിക്കാം അങ്ങനെ അവർ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് പോയി കാണാം, കണ്ടാസ്വദിക്കാം. ഈ മുന്നിൽ കാണുന്ന ടൈപ്പ് ഒരു വണ്ടിയിൽ നമ്മൾ കയറ്റി വിടും. ഞാൻ വണ്ടിയിൽ കയറി. അപ്പോൾ അവരൊക്കെ നേരത്തെ വണ്ടിയിൽ പോയതുകൊണ്ട് പ്രാവശ്യം ഒറ്റയ്ക്കാണ്. നമ്മൾ ഈ ഇരുട്ട് നിറഞ്ഞൊരു ഇതിൻ്റെ ഉള്ളിൽ കൂട്ടിയിട്ടാണ് ഇതിലേക്ക് പോകുന്നത്. ഇവിടെ ഈ ജയം ഉണ്ടായത് എങ്ങനെയാണെന്നൊക്കെ ഇതിലവർ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഫ്രണ്ടിലൊരു TV വെച്ചിട്ട് ഇവരെങ്ങനെയാണ് ഈ ജയം കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. The development of more advanced technology, open-pit mining was Jonas mining, which is a quicker and safer method of gem mining.
and hydraulic mining. Miners pump high-powered water at the surface of the ground under which gem ore is found. Gravel, dirt, and gemstones are washed down through the rock. The trailing rock table separates the gemstone from the mine widely recognized. Many countries are known for their diamonds, rubies, sapphires, emeralds, and other colored stones. Rough-colored stones are washed, chalk-painted, and assigned the best orientation to achieve the most appropriate cut and the maximum depth of colors and brilliance. Then, their shapes are refined before being faceted and polished until they shine. The round, brilliant cut, which can incorporate as many as 154 facets, is the most popular faceted cut for most stones. Rubies and sapphires have a hardness level of 9. Emeralds, topaz, and amethyst have a hardness level of 7. Other stones rank lower on the scale of hardness. Our works of art reflect their creator's soul. Our religious beliefs have inspired works of exquisite quality, works that define our proud cultural heritage. These skills were passed down by Tom and God, who divided into companies have showrooms in 4 cities: Bangkok, Pattaya, Phuket, and Chiang Mai. With our warranty system, Right rồi. Tiếp rồi ha. ഒരു പഴയ സെക്ഷൻ വർക്കിംഗ് ഏരിയ കേട്ടോ. അവരിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു.
ഇതിൻ്റെ അവസാനഘട്ട പോളിഷിംഗ് ആണെന്ന് മനസ്സിലായി. ഇവിടെയാണ് കളറിങ് ഒക്കെ ചെയ്ത് അത് പ്യൂരിഫൈ ആക്കി എടുക്കുന്നത്. ഇതും ഡയമണ്ട് തന്നെ കേട്ടോ മെറ്റീരിയൽ. ഇപ്പോൾ ഞാൻ കയറുന്ന ഈ സ്ഥലം കോടാനുകോടി രൂപ വില മതിക്കുന്നൊരു സ്ഥലം. എന്തായാലും ഞാനൊന്നും മേടിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ മൊത്തം വേദനക്കാരായതുകൊണ്ട് ഞാനൊരു ചെറിയ ഹാൻഡ് മെയ്ഡ് ചെറിയൊരു പേഴ്സും ഒരു 2 നല്ല എഫക്റ്റുള്ള മെഡിസിൻ പെയിന് വേണ്ടിയിട്ടുള്ള അവിടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അമ്മയ്ക്കോ അല്ലെങ്കിൽ പൊന്നൂനൊക്കെ കൊടുക്കാമല്ലോ. നമ്മൾ ബിഗ് ബുദ്ധ ടെമ്പിളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് കറങ്ങി നേരെ ഇവിടെ ബുദ്ധമത അമ്പലത്തിൽ വന്ന് ഇപ്പം നമ്മൾ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയ ബുദ്ധൻ്റെ അമ്പലത്തിലേക്കുള്ള എൻട്രൻസ്. ഇതും അവിടുത്തെ ഒരു ചെറിയ, നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാം അവിടെ ഒരു ബുദ്ധ ഇരുന്ന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മലേഷ്യ പോയപ്പോൾ കാണിച്ചിരുന്നു ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു ചൈനീസ് ചർച്ച്, അതായത് അമ്പലം. അതിനുശേഷം പിന്നെ ഞാൻ വരുന്ന ഏറ്റവും വലിയ ബുദ്ധൻ്റെ അമ്പലം എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ മലേഷ്യയിൽ തന്നെ മുരുകൻ്റെ അമ്പലത്തിനും പോയിരുന്നു. അതായത് ഞാൻ അന്നകത്ത് കയറി പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ ബുദ്ധമതത്തിന് ഞാൻ കേട്ടിടത്തോളം പ്രത്യേകത ഏകദേശം ജൈന മതമായിട്ട് തന്നെ ഒരു റിലേഷനുള്ള മതമാണ്. പിന്നെ ആർക്ക് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം ബുദ്ധമതം. ഏത് സമയത്ത് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ പേഴ്സണലായിട്ടുള്ള ചോയ്സാണ് അതെല്ലാം. ഇവിടെ തന്നെ ഇത് ഒരു അമ്പലം തന്നെയാണ്. എന്തായാലും ഞാൻ അമ്പലത്തിൽ കയറി. ഈ ടോപ്പ് വ്യൂവിൽ നിന്ന് നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു ചെറിയ വ്യൂ ആണ്. ഇതിന് താഴെയും ഒരുപാട് അമ്പലങ്ങളുണ്ട്. ചെറിയ ആളുകൾ ശരിക്കും നമ്മളിപ്പോൾ അവിടെ ഒരു ബുദ്ധനെ കണ്ടല്ലോ ഏറ്റവും താഴത്തെ അമ്പലത്തിൽ. പക്ഷെ ഇവിടെ നമ്മളധികം ഇവിടെ നമ്മൾ ഈ ബുദ്ധൻ്റെ പ്രതിമകളാട്ടോ കൂടുതൽ കാണുന്നത്. പക്ഷേ ബുദ്ധന്മാരെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടില്ല. പിന്നെ അവരിവിടെ ക്യാമറ വളരെ നമുക്ക് അവരത്രയും കംഫർട്ടബിൾ അല്ല ക്യാമറ യൂസ് ചെയ്യിപ്പിക്കാനായിട്ട്. അതൊരു മണി പോലെ അവർ യൂസ് ചെയ്യുന്ന വസ്തുവാണ്. അവിടെ നിന്ന് കുറച്ച് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ അമ്പലമുണ്ട്. ആ അമ്പലത്തിലും ഒരു ബുദ്ധൻ ഇരിക്കുന്നുണ്ട്. ബുദ്ധന്മാരെല്ലാവരും കൂടി വളർത്തുന്ന പട്ടിയാട്ടോ അത്. അപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഈ പൈസ കുത്തി വെച്ചിരിക്കുന്ന ഓരോന്നിൻ്റെ താഴെയും ദ ഇയർ ഓഫ് ബോർ, ഇയർ ഓഫ് ഡോഗ്, ഇയർ ഓഫ് റൂസ്റ്റർ, ഇയർ ഓഫ് മങ്കി, ഇയർ ഓഫ് ഗോട്ട്, ഇയർ ഓഫ് ഹോഴ്സ്, ഇയർ ഓഫ് സ്നേക്ക്, ഇയർ ഓഫ് ഡ്രാഗൺ, ഇയർ ഓഫ് റാബിറ്റ്, ദ ഇയർ ഓഫ് ടൈഗർ, ദ ഇയർ ഓഫ് ഓക്സും ദ ഇയർ ഓഫ് റാറ്റും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണ് സംഭവം എന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ബുദ്ധൻ്റെ അമ്പലത്തിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി.
ഇനിയിപ്പോൾ പരിപാടി എന്താണെന്ന് അറിയില്ല. ഇവർ പറയുന്നത് ചായ കുടിക്കാനാണെന്ന്, ചിലർ പറയുന്നത് തിരിച്ച് ഹോട്ടലിലേക്കാണെന്നുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ എന്തായാലും ഒരു മങ്ക് നിൽക്കുന്നുണ്ട് നമ്മളെ കണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ ആ മുറിയെ പറ്റിയിട്ട്, അവിടെയുള്ള ആ ചെറിയ അമ്പലങ്ങളെ പറ്റിയിട്ട് ഗൈഡ് എന്നോട് പറയുകയുണ്ടായി. അതിൽ നമ്മളെപ്പോലെ സാധാരണ ആളുകൾ വന്നിട്ട് 1, 2, 3 ദിവസമൊക്കെ അതിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുമെന്ന്. പ്രാക്ടിക്കൽ സെൻസിൽ ഞാനത് ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും ശരിയായിരിക്കാം, അങ്ങനെ ആളുകൾ വരുന്നുണ്ടാവാം, പ്രാർത്ഥിക്കാം. എന്തായാലും അവരുടെ ഒരു ബിലീഫ് നമ്മളെ ബിലീഫിനേക്കാളും ഡിഫറെൻ്റാണ്. പ്രാർത്ഥനയൊക്കെ ഭയങ്കരമാണ്. ഇവിടെ ഒരു മങ്ക് നിൽക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ഡ്രസ്സിൽ നിന്നും വ്യത്യാസമുണ്ട് ഈ മങ്കിൻ്റെ ഡ്രസ്സിനെല്ലാം. ഇവിടെ വരുന്നവർക്ക് ഒരു ഭയങ്കര ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രസ് അക്കോർഡിംഗ് ടു ദാറ്റ്, ബിക്കോസ് ഇവിടെ ബുദ്ധന്മാർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന വെച്ചാൽ ഒരാൾ ഇതേപോലെ കുറച്ച് ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സ്, നമുക്ക് ഇന്നപ്രോപ്രിയേറ്റ് അല്ല, പക്ഷേ ഇവർക്ക് അത് ഇന്നപ്രോപ്രിയേറ്റ് ആണ്. അതുകൊണ്ട് അവർ നമ്മൾ വണ്ടിയിൽ വെച്ച് തന്നെ അവർക്ക് വേറെ ഷോളോ കാര്യങ്ങളോ ഏതാണ്ട് ഗൈഡ് കൊണ്ടേ കൊടുക്കുകയുണ്ടായി. അപ്പോൾ അത് ഞാൻ നോട്ടീസ് ചെയ്തായിരുന്നു. തെറ്റായിട്ട് പറയണതല്ല, വസ്ത്രം എന്നുള്ളത് അവനവൻ്റെ കംഫർട്ടബിലിറ്റിയാണ്. പക്ഷേ നമ്മളൊരു ആരാധനാലയത്തിൽ വരുമ്പോഴത്തേക്കും കീപ്പ് ഓൺ ചെയ്യേണ്ട കുറച്ച് ഡെക്കറേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞെന്ന് മാത്രം. ഇപ്പോൾ അമ്പലം ഏകദേശം ഇപ്പോൾ ആളുകളൊക്കെ കുറഞ്ഞു വരുവാണ്. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു അടയ്ക്കാനുള്ള സമയമായി, അതല്ലെങ്കിൽ വിസിറ്റേഴ്സിന് അലൗഡ് ആയിട്ടുള്ള ടൈം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ ഇപ്പോൾ പട്ടി കടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. ഇവിടെ ഒരുപാട് പട്ടികളുണ്ട്, പട്ടികളെ അവർ വളർത്തുന്നുണ്ട്. എന്തായാലും നമ്മൾ ബുദ്ധ ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ കാണാൻ പോകുന്നത് ഒരു സൂര്യാസ്തമയമാണ്. അപ്പോൾ ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി ഇനിയൊരു 1/2 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഇതേപോലെ സ്റ്റീപ്പാണ്. നമ്മളെത്തുന്നതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ അവിടെ വ്യൂ പോയിന്റിൽ വന്നിട്ടുണ്ട്. എന്തായാലും നമ്മളൊരു നല്ല നടത്തം നടന്നു കേട്ടോ. ഒരു 1/2 കിലോമീറ്ററോളം തന്നെ സ്റ്റീപ്പായിരുന്നു. ആ സ്റ്റീപ്പ് കയറ്റം കയറി നമ്മളിത് ഇവിടെ വന്നു. എൻ്റെ ബാക്കി കാണുന്നത് ബീച്ചാണ്. നല്ല വ്യൂ ആട്ടോ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ. അപ്പോൾ സൺസെറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, ആളുകളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങോട്ട് ചെന്നു, പക്ഷേ എനിക്ക് തോന്നുന്നില്ല പ്രാക്ടിക്കലി ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയത്തിലാണ് ഞാനിപ്പോൾ. അഡ്മിറൽ ക്രോം ജംബോൺ, പ്രിൻസ് ഓഫ് ജംബോൺ എന്നാണ് ഇദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് റോയൽ തായ് നേവീനെ ഡെവലപ്പ് ചെയ്ത് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചെന്നാണ് പറയുന്നത്. അദ്ദേഹം റോയൽ പാലസിലാണ് ജനിച്ചത് 1850 ഗ്രാൻഡ് പാലസിൽ. അദ്ദേഹം 28ാമത്തെ കിങ് രാമ 5ാമൻ്റെ 28ാമത്തെ പുത്രനാണ് എന്നാണ് പറയുന്നത്. ബുങ്ങാങ് ഫാമിലിയിലാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മ ജനിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും ഓർമ്മ പുതുക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഇവിടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളിലൊന്നാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ആ പ്രിൻസില്ലേ, അദ്ദേഹം ഈ പട്ടായ സിറ്റി കോൺക്രീ ചെയ്തൊരു വാരിയറാണെന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം റോയൽ നേവീനെ, ഇവിടുത്തെ തായ് നേവീനെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരാളാണെന്നൊക്കെ കഥകളിൽ പറയുന്നുണ്ട്. പല ആളുകളിൽ നിന്ന് ചോദിച്ചതെന്നാണ് നമുക്കതൊക്കെ മനസ്സിലായത്. എന്തായാലും നമ്മൾ വന്ന പരിപാടി നടന്നില്ല, സൂര്യാസ്തമയം കാണാനായിട്ട് സാധിച്ചില്ല. നമ്മൾ തിരിച്ച് നേരെ വണ്ടിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ തന്നെ മറ്റൊരു തായ് ടെമ്പിൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കാണാനിടയുണ്ടായി. അപ്പോൾ സമയം ഒരുപാട് വൈകി, എന്നാലും നമുക്കൊന്ന് കയറി നോക്കാം. അവർ നമ്മളെ തടുക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹം ഒരു മങ്കാണ് കേട്ടോ.
ഇവിടെ കോഴി, അതുപോലെ തന്നെ പട്ടികൾ, പിന്നെ മീൻ ചെറിയ, അവരിതിൻ്റെ അകത്തൊക്കെ ഇതിനെ വളർത്തുന്നുണ്ട് കേട്ടോ. ഇവരാളുകൾ എന്ന് പറയുന്ന പൊതുവെ ഒരുപാട് ഫ്രണ്ട്ലി അല്ല, സ്ട്രേഞ്ചേഴ്സായിട്ട് അവർ അധികം ഫ്രണ്ട്ഷിപ്പൊന്നും എടുക്കുന്ന ആളുകളല്ല. ബട്ട് അവർ കുറച്ച്, എനിക്ക് തോന്നുന്നത് കുറച്ച് റിസർവ്ഡ്, ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെയുള്ള ഒരു പൊതു പരിപാടിയാട്ടോ, നമ്മൾ ആരെ കണ്ടു കഴിഞ്ഞാലും അവർ തല കുമ്പിട്ട് നമ്മളൊന്ന് വണങ്ങുന്നൊരു സിസ്റ്റമുണ്ട്. അവരുടെ വേ ഓഫ് ഷോയിങ് റെസ്പെക്റ്റാണ് അതിലൂടെ അവരുദ്ദേശിക്കുന്നത്. എന്തായാലും നേരം ഇരുട്ടായി, എന്തായാലും ഇനിയിപ്പോൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഫുഡ് കഴിച്ച് ഇന്നത്തെ ദിവസം കിടന്നുറങ്ങി തീർക്കുവാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടയേർഡായി ഓൾറെഡി. നമ്മൾ ഒരുപാട് നമ്മുടെ എനർജി യൂസ് ചെയ്തു നടന്നിട്ടും ഓരോ കാര്യങ്ങൾ ആക്ടിവിറ്റിയൊക്കെ ചെയ്തതിന് ശേഷം. പൊതുവേ ഞാൻ ഇത്രയും അങ്ങ് എൻഗേജ്ഡായിട്ട് നിൽക്കാറില്ല. പക്ഷേ ഇതിപ്പോൾ നമ്മൾ വാട്ടർ ആക്ടിവിറ്റി നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളിലും അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആകെ അങ്ങോട്ട് ടയർഡായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരിക്കലെങ്കിലും വരേണ്ട ഒരു സ്ഥലമാണ് ഈ തായ്ലൻഡ് എന്ന് പറയുന്നത്. കാരണം അവരുടെ ആളുകളുടെ ആ വേ ഓഫ് റെസ്പെക്റ്റിങ്ങും, പിന്നെ ഈ സ്ഥലവും, ഈ ബുദ്ധമത ടെമ്പിളും, അതുപോലെ തന്നെ ഇവിടുത്തെ ബീച്ചും ഇവിടുത്തെ ഫുഡും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് നമ്മളൊരു യൂറോപ്യൻ രാജ്യത്തിൽ പോകുമ്പോഴത്തേക്കും നമ്മളൊരുപാട് കാലം ജീവിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും ഇവിടെ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസും രണ്ടും ഡിഫറെൻ്റാണ്. രണ്ടും രണ്ട് തലങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. കൾച്ചർ വൈസും മോറൽ വൈസും പിന്നെ ഫുഡ് വൈസ്, ലാംഗ്വേജ് വൈസ് ഒക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്കുമാണ് നമുക്കത് മനസ്സിലാവുകയുള്ളൂ കൂടുതലായിട്ട്. കാര്യം ഇത്രയും വിസിറ്റേഴ്സൊക്കെ വരുന്നുണ്ടെങ്കിലും അവരുടെ റോഡും അതുപോലെ തന്നെ ഈ പാവ്മെൻറ്റ്സും ഏരിയയൊക്കെ ഒരുപാട് ഹൈജീനാണ്, ഒരുപാട് ക്ലീനാണ്. അവർ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ അവരുടെ ആ ഷോയിങ് ഓഫ് റെസ്പെക്റ്റ് നമ്മൾ ജീവിതത്തിൽ പാഠമാക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ വേ ഓഫ് ബിഹേവിങ്, വേ ഓഫ് ഷോയിങ് റെസ്പെക്റ്റ് ടു അതേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം നമ്മളത് നമ്മുടെ ജീവിതത്തിൽ അത് ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. കാരണം അത്ര കണ്ട് ഒരു പുതിയ ഒരാളെ കാണുമ്പോഴത്തേക്കും അവർ റെസ്പെക്റ്റ്ഫുള്ളായിട്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെ രാജ്യം പോലെ തന്നെ ഇവരും സ്പോർട്സിന് ഭയങ്കരമായിട്ട് വില കൊടുക്കുന്ന ഒരു രാജ്യമാണ്. ഈ സ്പോർട്സിന് വില കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്പോർട്സ് മൂയ് തായ് ആണ്. മൂയ് തായ് ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇതാണ് മൂയ് തായ് ഫൈറ്റിങ് ഇവരുടെ. മൂയ് തായ് ഫൈറ്റിങ്ങിനും ബോക്സിങ്ങിനും ഒക്കെ ഇവർ ഒരുപാട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ആളുകളാണ്. അവരുടെ ഒരു മിക്സഡ് മാർഷൽ ആർട്സാണ്. അവരുടെ രാജ്യത്തിൻ്റെ തനതായ ഒരു ഫൈറ്റിങ്ങാണത്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മൂയ് തായ് ഫൈറ്റിംഗ് ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ തന്നെ തായ്ലൻഡിലെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഫൈറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. തായ് ഫൈറ്റിംഗ് സെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രാക്ടീസാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും കണ്ട് നല്ല ഭംഗിയുണ്ട്. എന്തായാലും പരിപാടിയെല്ലാം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്പോർട്സ്മാൻഷിപ്പുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം.